നമസ്കാരം. നമ്മുടെ വീട്ടിൽ ഡാമേജ് വന്ന കോട്ടൺ പോളിസ്റ്റർ ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതിൽ ഞാനിത് കോട്ടൺ എൻ്റെ ഒരു കുർത്തിയാണ് എടുത്തിരിക്കുന്നത്. ഈ കുർത്തി കോട്ടൺ സാധാരണ നമുക്ക് പല കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ പോളിസ്റ്റർ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റി വെച്ച പോളിസ്റ്റർ തുണികൾ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഒരു കുർത്ത വെട്ടിയെടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ് കേട്ടോ. അപ്പുറം അപ്പുറം ആയതുകൊണ്ട് 2 ക്ലോത്ത് ഉണ്ട് ഇതിൽ. 2 എണ്ണം കൂട്ടിങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ കൂടെയാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇത് മെഷീനിൽ ചെയ്യാണ് ഇത്തിരി കൂടി എളുപ്പം. കൈ കൊണ്ട് ചെയ്യാം, പക്ഷെ സമയം കുറച്ച് അധികം എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 2 ഇഞ്ച് ഗ്യാപ്പിൽ, ഏറി കഴിഞ്ഞാൽ ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇതിന് സ്കെയിൽ കൊണ്ടൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് ചുവന്ന തുണി ആയതുകൊണ്ട് അത്ര കാണായണേ. സ്കെയിൽ കൊണ്ട് വരയ്ക്കുക സ്ട്രെയിറ്റ് ആയിട്ട് 2-2.5 ഇഞ്ച് ഗ്യാപ്പിൽ കേട്ടോ. നേരത്തെ ഞാൻ ഇതുപോലെ കോട്ടൺ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട്, കുറച്ച് ഡാമേജ് വന്ന ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് മോപ്പ് ഉണ്ടാക്കാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവർ അതൊന്ന് കണ്ടോളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോപ്പാണത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണേ. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ കോട്ടൺ, ഇപ്പോൾ ഇത് കോട്ടൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2 പാളിയായിരുന്നു, അതിന് ഞാൻ അടിച്ചെടുത്തു. കണ്ടതുപോലെ ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ, അങ്ങനെ ഹോൾ കാണാം. ഇനി നമ്മളിതിൽ എന്താ ചെയ്യണം? നമ്മുടെ പിന്നെ പഴയ ചുരിദാറിൻ്റെ പാൻറ്റോ അല്ലെങ്കിൽ വേറെ ഫ്രോക്കോ എന്തോ ആവട്ടെ, പോളിസ്റ്ററായിട്ട് നമുക്ക് തീരെ ഉപയോഗിക്കാൻ പറ്റാതെ മാറ്റി വെച്ച ആ ഒരു, കാരണം ഈ പോളിസ്റ്റർ ആകുമ്പോൾ അധികം കീറില്ല, നൂലൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഡാമേജ് അല്ലേ വരുള്ളൂ. അപ്പം നമ്മൾ ഇനി അതിനെ ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഇത്തിരി വലിയ സൂചി എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെടുത്താലും കുഴപ്പമില്ല. പക്ഷേ പിന്നാകുമ്പോൾ ചിലപ്പോൾ ഇടയിൽ നടുവിൽ വെച്ചിട്ടൊക്കെ ഒന്ന് അത് അഴിഞ്ഞു പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലത് ഇതുപോലെ ഇത്തിരി നീളമുള്ള സൂചി എടുക്കുക. അതിലിങ്ങനെ ഒരു കെട്ടിട്ടിട്ട് സൂചി തല തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ അടച്ചിട്ടുണ്ടല്ലോ, നമ്മളെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്കിടാം. അത് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് അപ്പുറത്തേക്കിടാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കുറച്ച് കട്ടിയുള്ള തുണി എടുത്തോളൂ, അല്ലെങ്കിൽ അതങ്ങനെ കുഴഞ്ഞു കിടക്കാതെ നോക്കണം. ഇപ്പോൾ പഴയ സാരിയോ ഷോളോ എന്തോ ആവട്ടെ, എന്തായാലും വെട്ടിയെടുക്കാൻ. വെട്ടുമ്പോൾ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. കുറച്ച് ഷേപ്പ്ലെസ്സൊക്കെ ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട്, കാരണം ഇതിൻ്റെ ഉള്ളിലേക്കല്ലേ ഇത് ഇടാൻ പോകണം, നമ്മളിത് കാണാനേ പോകണില്ല, ഉള്ളിലേക്കല്ലേ ഇടാൻ പോണത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഉള്ളിലേക്ക് ഇടുക കേട്ടോ. അതിന് അളവെടുക്കാനൊന്നും മെനക്കെടണ്ട, കുറച്ച് കട്ടി വേണമെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എന്നിട്ട് ഒരെണ്ണിട്ടു, ഇനി ഇങ്ങനെ ചുരുട്ടുക. അതിൻ്റെ ആകെയുള്ളൊരു പണി ഇതാണ്. ഒന്ന് വെട്ടുക, എന്നിട്ട് ഇതുപോലെ ചുരുട്ടുക, എന്നിട്ട് ജസ്റ്റ് നൂല് കൊണ്ട് അതൊന്ന് കെട്ടുക. അപ്പോൾ സൂചി ഇത്തിരി വലിയ സൂചി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നൂല് കൊണ്ട് കെട്ടണം, അല്ലെങ്കിൽ പിന്നെ സൂചി നടുവിൽ വെച്ച് ചിലപ്പോൾ ഊരിപ്പോരും. അപ്പോൾ അത് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നൂല് കൊണ്ട് സൂചി ഒന്ന് കെട്ടിയിട്ടോളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൂചി തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. തല തിരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെ 1-2 കാര്യം ശ്രദ്ധിക്കുക, അത്രേ വേണ്ടൂ. പിന്നെ ഞാൻ പറഞ്ഞു 2.5 ഇഞ്ച് 3 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ എപ്പോഴും സ്പേസ് അധികം ഇല്ലാതെ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടി തുണി തന്നെ വേണമെന്ന് സാരം. ഇനി തുണി ഉള്ളിലേക്ക് അങ്ങനെ കയറില്ല എന്ന് തോന്നിയാൽ തുണി ഒന്ന് പിരിച്ചു കൊടുക്കുക, അത്രേ വേണ്ടൂ. അപ്പോൾ അതങ്ങനെ പൊക്കോളും. പോളിസ്റ്റർ ആയതുകൊണ്ട് വലിയ തടസ്സമൊന്നുമില്ലാതെ അതിലേക്ക് കയറും കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ തട്ടി കൊടുക്കുക, നല്ല വൃത്തിയായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ ഞാനവിടെ 2 പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞു, ഒരെണ്ണത്തിനും കൂടി ഉള്ളൂ.
അപ്പം മനസ്സിലായല്ലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിപ്പോൾ എൻ്റെ ഒരു പാൻറ്റായിരുന്നു കേട്ടോ. അതൊരു 2-3 എണ്ണത്തിനാണ് തികഞ്ഞുള്ളൂ. ഇനി ഞാൻ എൻ്റെ ഒരു വേറെ ചുരി ബോട്ടം കൂടി എടുത്തിട്ട് വെട്ടുകയാണ്. അപ്പോൾ അത് ഞാൻ വെട്ടിയിട്ട് ഫില്ല് ചെയ്യട്ടെ കേട്ടോ. ഫില്ല് ചെയ്തിട്ട് മൊത്തം ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അതിൻ്റെ നീളം ഒന്ന് ജസ്റ്റ് നോക്കുക, ഇതുപോലെ വെട്ടുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു 5-6 പീസിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. അപ്പം അങ്ങനെ മുഴുവൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൽ 13 ഹോളുണ്ടായിരുന്നു. ആ 13 ഹോളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ വൃത്തിയായിട്ട് വെട്ടിക്കളയുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിന് കൃത്യമായിട്ട് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ ഹോളുകൾ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. കനം കുറഞ്ഞു കണ്ടാൽ കുറച്ചും കൂടി അധികം ഇട്ടിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അപ്പുറവും ഇപ്പുറവും വൃത്തിയായിട്ട് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിനെ അതിനൊന്ന് കവർ ചെയ്യണം. നീളത്തിൽ സൈഡിലൊന്നും ചെയ്യേണ്ട കേട്ടോ. അത് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. അതവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആ ഹോളുകളൊന്ന് അടയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണി അടിച്ചു മറയ്ക്കാം കേട്ടോ. നമുക്കിത് ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ട് തുന്നാം, അല്ലെങ്കിൽ മെഷീനിലും തുന്നാം. ഞാനിപ്പോൾ എന്തായാലും കൈകൊണ്ടാണ് തുന്നാൻ പോണത്. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം. കണ്ടോ? ഇതേപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഒരേപോലെ കണ്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ പഴയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി മാറ്റുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ല തുന്നിയത്